ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നൈസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇടാൻ പോണ വീഡിയോ നമ്മളെ ഇന്ന് കർക്കിടക വാവുബലി അല്ലേ, ബലിക്ക് പോണതിൻ്റെ വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ്. രാവിലെ ഒരു 5 മണി 5:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി. ഞാനും പെങ്ങളും കൂടെയാണ് പോയതിട്ടാ. അമ്പലത്തിൽ വലപ്പാടാണ് പോയത്. വലപ്പാട് കൊടിയമ്പുഴ ശിവക്ഷേത്രത്തേക്കാണ് പോയത്. വലപ്പാട് അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കായിരുന്നു രാവിലെ തന്നെ. രാവിലത്തെ കാലാവസ്ഥയും അടിപൊളിയായിരുന്നു. ചെറുതായി മഴ ഉണ്ടായിട്ടാണ്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴുള്ള ക്യൂ ആണ് കാണുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്ന് നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കണ് ആദ്യം 50 രൂപ ആയിരുന്നു. ഇപ്പം ഓരോ കൊല്ലം തോറും 10 രൂപ വെച്ച് കൂടുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവിടെ സേഫാണ്. അപ്പോൾ 70 രൂപ രണ്ടാൾക്ക് ടോക്കണ്. അങ്ങനെ ഞങ്ങൾ 2 ടോക്കണൊക്കെ എടുത്ത് ഞങ്ങൾ നിന്ന്. ചിലർ കുട പിടിച്ചിട്ടുണ്ട്. ഞാൻ കുട പിടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ അവിടെ പോയി നനച്ച് കുളിക്കാറുണ്ട്. ഇപ്രാവശ്യം നനച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം എന്തായാലും മഴ പെയ്യുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്ത് കുറച്ച് നേരം നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായില്ല. ഷർട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയി ഷർട്ടൊക്കെ ആയ നമ്മളെ ഡ്രസ്സിങ് റൂമുണ്ട്, അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ പോയി ബലിയിട്ട് ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടത്. ഈ വീഡിയോ കണ്ടില്ല, അതിപ്പോൾ ബലിയിട്ട് വരണവരാണ്. നമുക്കൊരു 10-20 മിനിറ്റൊക്കെ പിടിക്കുന്നുണ്ട് ബലിയിട്ട്. നല്ല ഇതായിരുന്നു കേട്ടോ. നമുക്ക് മനസ്സിന് നല്ല തൃപ്തിയായി ബലിയിട്ടാ. നല്ലൊരു ശാന്തിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ഷേത്രമുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബലിയിടാനൊരു സ്ഥലമുണ്ട്. അതുകൂടാണ്ട് നമുക്ക് അടുത്ത് തന്നെ കടൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് സുഖമായിട്ട്, പിന്നെ അത് കൂടാണ്ട് വേറെ സംഭവം, ഈ ബലിയിട്ട് കഴിയണവർക്ക് നമുക്ക് സൂപ്പറായിട്ട് കുളിച്ച് വൃത്തിയാവാനായിട്ട് നല്ലൊരു അമ്പലക്കുളമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സേഫാണ് കേട്ടോ. അത് ലേഡീസിനൊരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ ജെൻസിനൊരു ഭാഗമുണ്ട്. അങ്ങനെയായിട്ട് നിൽക്കണം. എന്ത് തിരക്കായിരുന്നു അറിയാം അവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബലിയിടുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ശരിക്കും ഒറ്റ ഇതിൽ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 500-600 പേർക്ക് ഇരിക്കാൻ പറ്റും ആ ഒരു മണ്ഡപത്തിൽ. പിന്നെ പോലീസൊക്കെ ഇതുണ്ട്. ഒരു പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യണത്. നല്ല തൃപ്തിയാണ്. ഞാനിന്ന് അവിടെ ബലിയിട്ട് നിൽക്കലെ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ചാവക്കാട് നിന്ന് വരെ വന്നിട്ട് ബലിയിടുന്നുണ്ട്. അവർക്ക് എന്തോ തൃപ്തിയാണ് ഇവിടെ. ഇത് വലപ്പാട് തീരദേശം അടിപൊളി സ്ഥലമുണ്ടത്. നമുക്ക് എല്ലാ കർമ്മങ്ങൾക്കും പറ്റിയ സ്ഥലം. പിന്നെ ക്യൂ നിൽക്കണവരാണ് ആ കണ്ടതിട്ടാ. എൻ്റെ പെങ്ങൾ ബലിയൊക്കെ ഇട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. എൻ്റെ അനിയനാണിത്. അനിയനും പെങ്ങളെ മോനൊക്കെയാണ് അതിട്ടാ. അനിയൻ എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ അനിയത്തിയുടെ ഭർത്താവ്. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഒരു 7 മണി 7:00 ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ബലിയിട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചൊക്കെ പോന്ന്. നല്ല സ്ഥലമാണ് അവിടെ. നല്ലൊരു പറമ്പിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. ഇട്ട് പോന്ന് ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ പോണ്. നമ്മുടെ സ്വത്താണ് ആ വണ്ടി. കണ്ടില്ലേ, വണ്ടി എല്ലാവരും ചോദിക്കാറില്ല ഏതാണ് വണ്ടി എന്നത്. മാരുതി 800 ഇട്ടാ. അങ്ങനെ വണ്ടി എടുക്കാൻ പോണ്. വണ്ടികൾ ഇങ്ങനെ കുറേ വന്ന് കിടക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ പോന്നപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഒഴിവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എടുക്കാൻ നേരത്ത് ഞാൻ എന്തെയ്ത് നോക്കിയപ്പോൾ വേറൊരു വണ്ടി ബാക്കിൽ വരണം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇട്ടിട്ട് വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോന്നു. മനസ്സിന് നല്ല തൃപ്തിയായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു ശാന്തിയായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ് ചെയ്യിക്കുന്ന ശാന്തി ആയതുകൊണ്ടും എനിക്ക് പിന്നെ എല്ലാ കൊല്ലവും ഞാൻ അവിടെ തന്നെ പോകാറുള്ളൂ കേട്ടോ. വലപ്പാടാണ് പോകാറുള്ളത്. അപ്പം നമ്മളിത് കേൾക്കണ വലപ്പാട് പോകാൻ പറ്റണവർ അടുത്തവരുണ്ടെങ്കിൽ വലപ്പാട് പോയിക്കോ. നല്ല സ്ഥലമാണ്, നമുക്ക് സേഫായിട്ട് പോകാം. ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്കും സേഫാണ്. അപ്പം അങ്ങനെ ഈ കൊല്ലത്തെ വാവുബലി ഞങ്ങൾ അടിപൊളിയായിട്ടിട്ട് മനസ്സിന് നല്ല തൃപ്തിയായി. നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ച്. നമുക്കതാണല്ലോ ഏറ്റവും വലുത്. അപ്പം ഞാൻ അവിടെ പോയി എടുത്തൊരു ഫോട്ടോ ഇട്ടിരിക്കണേ. അപ്പം എല്ലാവർക്കും നമ്മളെ കർക്കിടക വാവുബലി ആശംസകൾ ട്ടാ.